ഇതൊരു അടിപൊളി പായസം കേട്ടോ. പായസം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ പായസമല്ല, ഒരു വെറൈറ്റി പായസം, പക്ഷേ കിടിലൻ സാധനമാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് ഈ സാബുനരി ഇല്ലേ, അത് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം. ഒരു അരമണിക്കൂറെങ്കിൽ നമ്മൾ മിനിമം വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ നമുക്ക് ക്യാരറ്റാണ് വേണ്ടത്, അത് ഈ കാണുന്ന പോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ഇപ്പോൾ സാബുനരി ഞാനൊരു 1/2 കപ്പാണ് കേട്ടോ എടുത്തത്. എന്നിട്ട് 2 ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അളവിലാണ് ഞാൻ പറയുന്നത്. അപ്പം പിന്നെ നമ്മൾ ഒരു പായസം ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെ, എല്ലാം ഒറ്റ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം പായസം ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെ നെയ്യ് ഒഴിച്ചിട്ട് നമ്മളെ കുറച്ച് ബദാമും നട്ട്സും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. അപ്പം ക്യാരറ്റ് അങ്ങനെ ഒരുപാട് ചെറുതായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കണം കേട്ടോ. എന്നാലാണ് സോഫ്റ്റായി കിട്ടുള്ളൂ. അല്ലാണ്ട് അവന് കത്തി കൊണ്ട് കഴിയുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ കട്ടിയിലല്ലേ കിട്ടുക. അപ്പം നമ്മുടെ സാധനത്തിൽ തന്നെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം എന്താ പറയുക, ഇതിനെ നമ്മൾ വറുത്തെടുത്തു. എന്നിട്ട് അതിൽ തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇടുകയാണ്. ക്യാരറ്റ് ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം. വഴറ്റി കൊടുക്കുക വെച്ചാൽ നമ്മളൊരു ഹാഫ് കുക്കാവുന്നവരെ, ഫുള്ള് കുക്കാവണ്ട, എന്നാലും അതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറി ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറണം. ഫുള്ള് വെന്തതാവണ്ട, കാരണം നമ്മൾ പിന്നെയും അത് രണ്ട് വേവിക്കുന്നുണ്ട്. അത് നമ്മളൊന്നൊരു ഹാഫ് കുക്കിലൊരു അതിനൊന്ന് വഴറ്റിയെടുത്തു. എന്നിട്ട് അതേ പാത്രത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, പാല് ഒഴിച്ചു കേട്ടോ. പാലിപ്പോൾ ഞാനൊരു 1/2 ലിറ്ററിലധികം പാലെടുത്തു. 1/2 ലിറ്ററും കുറച്ചും കൂടി എടുത്തു. പാല് മാത്രമേ ഒഴിച്ചുള്ളൂ, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അതിലേക്ക് ഞാൻ അപ്പം തന്നെ പഞ്ചസാര ഇട്ടു. പിന്നെ ഞാൻ പറഞ്ഞു 2 വിധത്തിൽ ഉണ്ടാക്കാം ഇത്. പഞ്ചസാര ഞാൻ പഞ്ചസാര ഇട്ടിട്ടത്, കാരണം മോൾക്കൊക്കെ ഈ ശർക്കര പായസം വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഇത് ശർക്കര ഇട്ടിട്ടും ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതിലായി തന്നെ കുറച്ച് ആവശ്യത്തിനല്ല, ഏകദേശം ഒരു പഞ്ചസാര ഇട്ടു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടി നോക്കിയിട്ടൊക്കെ ബാക്കി ഇട്ടാൽ മതിയല്ലോ എന്ന് എഴുതിയിട്ട്. അപ്പം എന്നിട്ട് നമ്മൾ ഇതിനെന്ത് ചെയ്യണം, പാല് തിളപ്പിക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ശർക്കരയാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കണമെങ്കിൽ നമ്മളത് പിന്നെ അവസാനം ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ എന്ത് ചെയ്തു, ഈ പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഈ സാബൂനരി കൊണ്ടുപോയിട്ടു. ചൊവ്വരി എന്നും പറയും കേട്ടോ ഇതിനെ, ചൊവ്വരി അങ്ങനെ പറയും. അപ്പം ഞങ്ങളൊക്കെ സാബൂനരി എന്നാണ് പറയാറ്. അപ്പോൾ ഇതിന് നമ്മളൊന്ന് തിളച്ച് വരുമ്പം ഞാൻ പറഞ്ഞ ഈ സാധനം ഒരു അരമണിക്കൂറൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതൊന്ന് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ വരും. ഇങ്ങനെ ഇച്ചിരി വീർത്ത് വരും. പിന്നെ പെട്ടെന്ന് ഇതൊരു 5 മിനിറ്റ് കൊണ്ടൊക്കെ വേവുന്ന സാധനം കേട്ടോ ഈ സാധനം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം. പിന്നെ അരീൻ്റെ പോലെ വേവാനൊന്നും പണിയില്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ. അപ്പം നമ്മളിപ്പം അതിലേക്ക് ഞാനിങ്ങനെ കാരണം ക്യാമറയിൽ ഇങ്ങനെ ആവി പിടിച്ചിട്ടേ ഇങ്ങനെ ക്ലിയർ ഇല്ലാത്ത പോലെ വരുന്ന. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ഇത് നല്ലോണം തിളച്ച് ഇതൊന്ന് വേവണമല്ലോ, വേവാൻ വേണ്ടി വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് ശർക്കരയാണെങ്കിൽ നമ്മളിപ്പോൾ പാലല്ലേ, പശുമ്പാലാണ് എടുത്തത്. ഇതൊക്കെയാണെങ്കിൽ ശർക്കര ആണെങ്കിൽ നമ്മളെല്ലാം അവസാനം ഒഴിക്കുക. എല്ലാം ഈ ക്യാരറ്റും ഇതെല്ലാം ഇട്ടിട്ട് സാബുനരി എല്ലാം വെന്ത് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ ശർക്കര പാവ് കാച്ചിട്ട് അത് ഫുൾ ചൂടോടെ എല്ലാം ഒഴിക്കുക, ഹാഫ് ചൂടോടെ ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ കണ്ടു ഞാൻ ബാക്കി നമ്മൾ അരിഞ്ഞ് വെച്ച ക്യാരറ്റും ഞാൻ ഇതിൽ കൊണ്ടുപോയി ഇട്ടു. ആക്ച്വലി ആ ക്യാരറ്റ് ഇടുന്ന വീഡിയോ മിസ്സായി പോയതാണ്. നമ്മൾ ഹാഫ് കുക്കാക്കി വെച്ചില്ല, ആ ക്യാരറ്റും കൂടി നമ്മൾ ഇതിലിട്ടിട്ട് പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി വെച്ചു. പിന്നെ കുറച്ച് ഞാൻ ഏലക്കായ പൊടിയാണ് പെട്ടത് കേട്ടോ. ഏലക്കായ പൊടിച്ച് വെച്ചതാണ്, പഞ്ചസാരയും കൂട്ടി പൊടിച്ച് വെച്ചതാണ്, അതും കൂടി ഇട്ടു. എന്നിട്ട് നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് കാലം ഒന്ന് കുറുകി കിട്ടണം. അതിങ്ങനെ വെള്ളം പോലെ കുടിക്കാൻ സുഖം ഉണ്ടാവില്ല, നല്ലോണം ഒന്ന് കുറുകി കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം, ഇപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടി നെയ്യൊക്കെ ഒഴിക്കാം കേട്ടോ. ഞാൻ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല, കാരണം അണ്ടിപ്പരിപ്പ് വറക്കാൻ തന്നെ ഞാൻ അത്യാവശ്യം നെയ്യ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏലക്കായ തന്നെയാണ് ഇട്ടത് പൊടി. ഞാൻ നോക്കിയപ്പോൾ ടേസ്റ്റ് ഇടയ്ക്ക് നോക്കിയ സമയത്ത് ഏലക്കായൻ്റെ ചുവ അത്ര ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ചും കൂടി ഏലക്കായ പൊടിച്ചതിട്ടു. എന്നിട്ട് നമ്മളിങ്ങനെ പറഞ്ഞാൽ ഇളക്കിയും കൊണ്ടിരിക്കണം കേട്ടോ, കാരണം ഈ ക്യാരറ്റും സാബുനരി ഓൾറെഡി കുറച്ചൊരു കുറുകിയ അങ്ങനത്തെ ടൈപ്പ് സ്റ്റഫ് അതാണല്ലോ. അപ്പോൾ ചിലപ്പം അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണം. പ്രത്യേകിച്ചും ക്യാരറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പം എന്താ പറയുക, ഇതാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ശർക്കരയാണെങ്കിൽ നമ്മൾ ഈ പാലും ഇതെല്ലാം കുറുകി വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാവുമല്ലോ ആക്കി വെച്ചേ, അതൊന്ന് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോഴാണ് ഒഴിക്കേണ്ടത്. അല്ലെങ്കിൽ അതിങ്ങനെ ചിലപ്പം വേറൊരു ഇതായിട്ടും വരും. അപ്പം ശർക്കരയാണ് ഉണ്ടാക്കാൻ, ശർക്കര ഇട്ടാലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പം ശർക്കര ഇട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വറുത്ത് വെച്ച നട്ട്സ്, അണ്ടിപ്പരിപ്പും ബദാമും എല്ലാം കൂടി ഞാൻ എന്ത് ചെയ്തു ഇതിലേക്ക് ഇട്ടിട്ട്
ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി നെയ്യൊക്കെ ഒഴിക്കാം. ഞാൻ പിന്നെ ആദ്യമേ നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ടത് മതി എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ പഞ്ചസാര കുറച്ചും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇടയ്ക്ക് നോക്കിയപ്പോൾ മധുരം കുറവായ പോലെ തോന്നി. പഞ്ചസാര ഇട്ടു. അതൊക്കെ നമ്മൾ ആവശ്യത്തിൻ്റെ. നമ്മളിത് അടിപൊളിയായിട്ട് കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടിയൊക്കെ നല്ല എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ക്യാരറ്റൊക്കെ അല്ലേ, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ വരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.